Good morning all. ഇന്ന് ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനമാണ്. 1992 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തുടക്കമിട്ട ഡോക്ടർ സുരേഷ് കുമാറും രാജഗോപാൽ സാറും തുടക്കമിട്ട ഈ പാലിയേറ്റീവ് പ്രസ്ഥാനം ഇന്ന് 33 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് മലപ്പുറം ജില്ലയില് 86ഓളം സ്ഥാപനമായി കൊണ്ട് ഇന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പഞ്ചായത്തിൽ ഇത്രയധികം രോഗികൾ ഇന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. നാം ഏവരും ജീവിക്കുന്ന ഓരോ പഞ്ചായത്തുകളിലും 50 മുതൽ 100 വരെ രോഗികൾ ഇന്ന് പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. വീണുപോയ, കിടന്നുപോയ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൈകൊണ്ട് വാരി കൊടുക്കേണ്ട, സ്വന്തം മലമൂത്ര വിസർജനം മറ്റൊരാളുടെ കൈകൾ കൊണ്ട് നിർവഹിക്കേണ്ട ഒരുപാട് മനുഷ്യർ നമ്മുടെയൊക്കെ നാടുകളിലും നമ്മുടെയൊക്കെ വീടുകളിലുമുണ്ട്. ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനം ഓരോ വർഷങ്ങളും നമുക്ക് മുമ്പിലേക്ക് കടന്നു വരുന്നത്. ആരാരുമില്ലാത്തവരെയും കിടന്നുപോയവരെയും അവരുടെ വീടുകളിൽ ചെന്ന് മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുത്തുവരെ അവരെ വീടുകളിൽ ചെന്ന് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സഹായിക്കുന്ന ഒരു വിങ്ങാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ വീണ് കിടന്നു മുതൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടക്കി അയക്കുന്നത് മുതൽ ആ മനുഷ്യന് വീട്ടിലെത്തി ആ മനുഷ്യൻ മരണപ്പെടുന്നത് വരെ ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് കെയർ എന്നുള്ളത്. അത് ഏത് രീതിയിലായാലും ആ കുടുംബത്തിനെയും ആ വ്യക്തിയെയും ഒരുപോലെ ചേർത്ത് പിടിക്കാനാണ് ഓരോ പാലിയേറ്റീവ് പ്രസ്ഥാനവും ഇവിടെ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളതാണ്. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഞാനും നാളെ കിടന്നു പോവേണ്ടവരാണ്. അതിനു മുമ്പ് നമ്മൾ കിടന്നു പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യനെയും ചേർത്ത് പിടിക്കാനോ ഒരു മനുഷ്യന്റെയും മുഖത്ത് പുഞ്ചിരി എടുത്താനോ നമുക്ക് സാധിച്ചെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ തിരക്കുകൾക്കിടയിൽ ഓടി നടക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതുപോലെ പാലിയേറ്റീവ് വാഹനങ്ങൾ ഓടിപ്പോകുമ്പോൾ അതിലൊരു നിമിഷം പോലും നമുക്ക് ഒരു 5 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ പോലും കഴിയാതെ നമ്മൾ ഓടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ നമ്മൾ കിടന്നു പോകുമ്പോൾ ഈ പാലിയേറ്റീവ് പ്രസ്ഥാനമായിരിക്കും നമ്മുടെ മലദ്വാരത്തിൽ നിന്ന് കൈയിട്ടുകൊണ്ട് മലം വലിച്ചെടുക്കാനും നമുക്ക് ഭക്ഷണം നൽകാനുള്ള റൈസ് ട്യൂബുകൾ ഇടാനും യൂറിൻ ട്യൂബ് ഇടാനും ഈ പാലിയേറ്റീവ് പ്രസ്ഥാനമാണ് ഓടി വരാനുള്ളത് എന്ന് മനസ്സിലാക്കുക. അതിനു മുമ്പ് ഇതേപോലെ കിടന്നുപോയ മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവരുടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുകയാണ് ഈ പാലിയേറ്റീവ് ദിനത്തില് നിങ്ങളോട് പറയാനുള്ള. സമൃദ്ധ പരിചരണം എല്ലാവരിലൂടെയും എന്ന സന്ദേശമാണ് ഈ വർഷം ജനുവരി 15 പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വീടുകളിൽ കിടന്നുപോയ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതുപോലെ നാനാഭാഗത്തുള്ള ഒട്ടനവധി പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾ ഈ ജനുവരി 15 നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ കൈകളിലേക്കും എത്തുമ്പോൾ നമ്മൾ കഴിയുന്ന സഹായങ്ങൾ അതെന്ത് തന്നെ ആയാലും അത് ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ലഭിച്ച നമ്മുടെ പണങ്ങളിൽ നിന്ന് അത് ചെറിയ സംഖ്യ ആണെങ്കിൽ പോലും ഇവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറാവുക. പണം കൊണ്ടല്ലെങ്കിൽ നമ്മുടെ സമയങ്ങൾ കൊടുക്കാൻ തയ്യാറാവുക. ഒരാഴ്ചയില് ഒരു 5 മണിക്കൂർ, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് ഒരു കിടന്നുപോയ ഒരു രോഗിയുടെ വീട്ടിലെങ്കിലും ചെന്നിട്ട് അവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അവരുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് അവരെ ഒന്ന് തിരിച്ചു കിടത്താൻ വേണ്ടി അവരെ ഒന്ന് സമാധാനിപ്പിക്കാനെങ്കിലും നമുക്ക് കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം എന്ന് പറയാൻ ഒറ്റ കഥ മാത്രം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു അനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ തൊട്ടടുത്ത് ശ്രീഭദ്രൻ എന്നൊരു മനുഷ്യനെ ഈ അടുത്ത് പരിചയപ്പെടുകയുണ്ടായി. ഒരിക്കൽ ഒരു ക്യാമ്പസിൽ നിന്ന് ക്ലാസ് എടുത്ത് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി വന്ന് പറയാണ്, സാറിന് സമയമുണ്ടെങ്കിൽ ഒന്ന് എന്റെ വീട് വരെ ഒന്ന് വരാമോ എന്ന്. ആ കുട്ടിയുടെ കൂടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഏകദേശം 52 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യന് ആ വീടിന്റെ കിച്ചണോട് ചേർന്നിട്ടുള്ള സ്റ്റോർ റൂമിൽ കിടക്കുകയാണ്. പൊളിഞ്ഞു വീഴാനായിട്ടുള്ള കട്ടില്, മുഖത്ത് മുഴുവനായിട്ട് മുറി വന്നിട്ടുള്ള, രാവിലെ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ മുഖത്തിരിക്കുന്നുണ്ട്, ഉറുമ്പുകൾ അരിക്കുന്നുണ്ട്, തല പൊട്ടിയിട്ട് ചലമൊലിക്കുന്നുണ്ട്. ഈ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ഭയങ്കരമായ ദുർഗന്ധം വമിക്കുകയാണ്.
അങ്ങനെ ഈ മനുഷ്യൻ ആ കുട്ടിയോട് പറയാണ്, ഒരു കപ്പ് വെള്ളം എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ കുട്ടി പറയാണ്, ഇവിടെ പൈപ്പില്ല, കിണറ്റിൽ നിന്ന് കോരണം. അങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഈ മനുഷ്യനെ വൃത്തിയാക്കി ഞങ്ങൾ ഈ മനുഷ്യനോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചപ്പോ ഇദ്ദേഹം ഭയങ്കരമായിട്ട് കരയുകയാണ്. ഇദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. ഒന്ന് മെല്ലെ ഞങ്ങൾ 4 പേര് കൂടിയിട്ട് ഇദ്ദേഹം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെരിച്ചു കിടത്തി. ചെരിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ പിറകുവശത്തിൽ നിന്ന് ഒരു കഷ്ണം മാംസം വീയാണ്, നിറയെ പുഴുക്കളുള്ള ഒരു കഷ്ണം മാംസം വീയാണ്. അപ്പൊ ഇത് നമ്മൾ പാലിയേറ്റീവ് ഡോക്ടറെ, നഴ്സിനെ വിളിച്ച് ഇവരൊക്കെ വന്നു. ഇദ്ദേഹത്തിന് വേണ്ട പരിചരണങ്ങൾ നൽകി. ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹത്തെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി. ഞങ്ങൾ അദ്ദേഹത്തെ ചെയറിലിരുത്തി 4 പേരും കൂടിയിട്ട് കിണറിന്റെ പക്കത്തേക്ക് കൊണ്ടുപോവാണ്. ഈ മനുഷ്യന്റെ തലയിലേക്ക് ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 10-12 ബക്കറ്റ് ഒഴിച്ചപ്പോഴും അദ്ദേഹം പറയാൻ നിർത്താതെ വീണ്ടും ഒഴിക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ വൃത്തിയാക്കി താടി മുടിയൊക്കെ ക്ലീൻ ചെയ്ത് നഖമൊക്കെ വെട്ടിക്കൊടുത്ത് മുറിയൊക്കെ ഡ്രസ് ചെയ്ത് ഏറ്റവും കാറ്റും വെളിച്ചം കിട്ടുന്ന നല്ല റൂമിലേക്ക് കട്ടിലിലേക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് കിടത്തിയപ്പോ അദ്ദേഹം കൈ പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ട്, 18 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ കുളിക്കുന്നത് എന്ന്. ആ മനുഷ്യൻ 18 വർഷമായിട്ട് ഈ രീതിയിലേക്ക് അസുഖം വന്ന് കിടക്കുകയാണ്. 4 മാസം മാത്രമേ ആ മനുഷ്യൻ പിന്നീട് ജീവിച്ചുള്ളൂ. പക്ഷെ ആ 4 മാസം ഈ മനുഷ്യന്റെ അടുത്തേക്ക് 2 ദിവസം കൂടുമ്പോൾ ഓരോ പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാർ ചെന്ന് ഇദ്ദേഹത്തെ കുളിപ്പിച്ചു കൊടുക്കുകയും ഇദ്ദേഹത്തിന് വേണ്ട പരിചരണം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള മരണം ആ മനുഷ്യന് നൽകി എന്നുള്ളതാണ്. ഇതാണ് ഓരോ പാലിയേറ്റീവ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും ക്വാളിറ്റിയുള്ള മരണം, ഏറ്റവും ക്വാളിറ്റിയുള്ള മരണം ഒരു മനുഷ്യന് കൊടുക്കുക എന്നുള്ളത് അവന്റെ കുടുംബക്കാരോടൊപ്പം അവന്റെ കൂട്ടുകാരോടൊപ്പം അവരോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള മരണം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ പാലിയേറ്റീവ് പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങുന്നത്. നമ്മുടെ നാടുകളിലുള്ള പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങളിൽ നമ്മൾ വളണ്ടിയർമാരായി പോവുക. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ 6 പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾ അടച്ചു പൂട്ടേണ്ടി വന്നു. ആ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ടോ, നേഴ്സ് ഇല്ലാത്തത് കൊണ്ടോ, മെഡിസിൻ ഇല്ലാത്തത് കൊണ്ടോ, പണമില്ലാത്തത് കൊണ്ടല്ല, വളണ്ടിയർമാരില്ലാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ആദവനാട് പഞ്ചായത്ത് തുടക്കം